ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം വിശ്വാസം മാംസം ധരിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. അതിനായിട്ട് ഞാൻ എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് 11-ാം അധ്യായം 24-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. പ്രാർത്ഥിച്ച ആ വിഷയം അത് തമ്പുരാൻ മറുപടിയായി എന്ന് വിശ്വാസക്കണ്ണിലൂടെ കണ്ട് ദൈവത്തെ സ്തുതിച്ചാൽ അത് മാംസം ധരിക്കുന്നത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്ന് ദൈവാത്മാവ് നമുക്ക് ബോധ്യം തരികയാണ്. ഞാൻ ഓർക്കുന്നു, ഒരു കുടുംബം, ആ കുടുംബിനി ശാരീരികമായിട്ട് ക്ഷീണാവസ്ഥ അനുഭവപ്പെടുന്നു. അവർക്ക് വിശപ്പ് കുറയുന്നു. ക്ഷീണം കൂടി വന്ന പശ്ചാത്തലത്തിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക്, ഇങ്ങനെ പല ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്നുകൾ ഫലവത്താകാതെ വന്ന് മുമ്പോട്ട് പോകുമ്പോൾ 4-ാമത്തെ ഹോസ്പിറ്റലിൽ കണ്ടെത്തിയ കാര്യം, അവിടെ സംശയം കൂടി സ്ഥിരീകരിക്കപ്പെടുന്നു. അങ്ങനെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുന്നു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ഭാര്യയും ഭർത്താവും കൂടെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ അവരെ പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഭാര്യയെ പുറത്തോട്ട് ഇരിക്കാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്തിട്ട് ഭർത്താവോട് പറയുന്നു, സഹോദര, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ നിസ്സഹായരാണ്. കുറച്ചു കാലം കൂടെ മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നു. മെഡിക്കൽ ശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ ഒക്കുന്നതിൻ്റെ സമയപരിധി കഴിഞ്ഞുപോയി. ഇനിയും ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ ഒരു നിശ്ചിത നാൾ കൂടി ഉണ്ടാകുകയുള്ളൂ. എങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയായിട്ട് മാത്രം ഞങ്ങളുടെ ഡേറ്റ് കുറയ്ക്കുകയാണ്, വീണ്ടും വരുവാൻ വേണ്ടിയായിട്ട്. ഒരു ഇടിമിന്നൽ പോലെ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് വേദന തിങ്ങി നിറയുന്ന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് 2 വചനങ്ങൾ വന്ന് വീഴുകയാണ്. ആ വചനം മത്തായി 18-ാം അധ്യായം 19-ാമത്തെ വചനം, നിങ്ങൾ ഭൂമിയിൽ വെച്ച് 2 പേർ ഐകമത്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് തരും. 2-ാമത്തെ വചനം ഇപ്പോൾ മുൻപറഞ്ഞ വചനമാണ്, വിശുദ്ധ മർക്കോസ് 11:24, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. ഈ 2 വചനങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന് വീഴുമ്പോൾ വലിയൊരു കൃപ നിറഞ്ഞ അനുഭവത്തോടുകൂടി ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്നവരോടൊക്കെ നീ പറയണം, ഞാനും എൻ്റെ അച്ഛനും കൂടെ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. എന്നോട് ചോദിക്കുന്നവരോട് ഞാനും പറയും, ഞാനും എൻ്റെ ഭാര്യയോട് പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ഭാര്യയെ സൗഖ്യമാക്കി. ഏതാനും വൈറ്റമിൻ ഗുളികൾ മാത്രമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തുവിട്ടതുമായിട്ട് അവർ തിരിച്ചു വരികയാണ്. പോയതിനേക്കാളിൽ ഇരട്ടി ക്ഷീണത്തോടുകൂടിയാണ് ഭവനത്തിലേക്ക് അവർ മടങ്ങി വരുന്നത്. ഇതിനോടകമായി നാട്ടിലൊക്കെ ആ സ്ത്രീക്ക് ക്യാൻസറാണ് എന്ന് പരക്കെ വാർത്ത പരന്നു കഴിഞ്ഞിരുന്നു. പലരും ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ എത്തിച്ചേർന്ന വ്യക്തികളോട് ഈ കുടുംബിനി പറഞ്ഞു, ഞാനും എൻ്റെ അച്ഛനോട് പ്രാർത്ഥിച്ചു, കർത്താവിനെ സൗഖ്യമാക്കി. വന്നവർ പരസ്പരം മുഖത്ത് നോക്കി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പുച്ഛം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഭർത്താവും പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവിനെ സൗഖ്യമാക്കി. നാട്ടുകാരും വീട്ടുകാരും നോക്കിയപ്പോൾ ആശുപത്രി കൊണ്ടുവതിനേക്കാളും ക്ഷീണത്തോടുകൂടി മടങ്ങിയെത്തി കിടക്കുന്ന ഒരവസ്ഥയിലാണ്. വരുന്നവരോടൊക്കെ അവർ ആ ദിവസങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറേശ്ശെ അവർക്ക്
വിശപ്പ് വന്നു തുടങ്ങി. അല്പാൽപ്പം ആഹാരം കഴിച്ചു തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്നതും ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യപ്പെട്ടു. അങ്ങനെ കിടക്കയിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്കായി. ഡോക്ടർമാർ വീണ്ടും വരാൻ വേണ്ടി കുറിച്ചുന്ന ഡേറ്റിലേക്ക് അവരെത്തിച്ചേരുമ്പോൾ ഡോക്ടർമാർ അതിശയത്തോടെ നോക്കി നിൽക്കുക. അവർ പരിശോധിക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, സഹോദര, ഈ സ്ത്രീയുടെ ശരീരത്ത് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം കാണാനായിട്ട് കഴിയുന്നില്ല, പൂർണ്ണമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന്. നോക്കുക, തമ്പുരാൻ്റെ വചനം അവിടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് അവർ വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപേരും ആ വാക്കുകൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞെന്നുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കിയ ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വചനം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. നമ്മൾ ഏത് വിഷയമാണോ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ആയി എന്നുള്ളത് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു തലത്തെയാണ് ഇവിടെ പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമ്മൾ കാണുന്നു, യേശുതമ്പുരാൻ ലാസറിൻ്റെ കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആ കല്ല് ഉരുട്ടി മാറ്റുവിൻ. മാർത്ത പറയുന്നു, കർത്താവെ, ഇന്നേക്ക് 4 ദിവസമായിട്ടുണ്ട്, നാറ്റം തുടങ്ങിയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ കർത്താവ് മാർത്തയുടെ വന്ന വാക്യതാണ്. വിശുദ്ധ യോഹന്നാൻ 11:40 കാണുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന്. ദൈവമഹത്വം കാണാൻ ഇടയാകുന്ന ഒന്നാണ് അത് ആ വിശ്വാസം വഴി ലഭിക്കുന്നത് എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സക്രിയപ്പെടുന്ന അറിയിപ്പിൻ്റെ ഞായറാഴ്ച വിശുദ്ധ വചനം പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നുണ്ടായൊരു ബോധ്യം, അത്ഭുതമേറിയ ദൈവകൃപ അനേകരിലേക്ക് ഒഴുക്കാൻ തക്കവണ്ണം മുഖാന്തരമായത് ഞാനിവിടെ ഓർക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളാണ് അന്ന് വേദഭാഗമായിട്ട് വായിക്കുവാനായിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ദൈവസന്നിധിയിൽ ഇരുവരും നീതിയുള്ളവരായിരുന്നു എന്ന് വചനത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സക്കറിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ചാണ്. ധൂപം വെക്കാനുള്ള ഊഴം സക്കറിയായ്ക്ക് ലഭിക്കുമ്പോൾ ആ പുരോഹിതന് ധൂപിടത്തിങ്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മാലാഖ പ്രകാശരൂപത്തിൽ കടന്നു വന്നുകൊണ്ട് സക്കറിയായ്ക്ക് വന്ദനം ചൊല്ലുകയാണ്. സക്കറിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ വീഞ്ഞുമദ്യം കുടിക്കുകയില്ല. അവൻ പിതാക്കന്മാരുടെ മക്കളിലേക്കും വഴങ്ങാത്തോടെ നീതിമാൻ ബോധത്തിലേക്ക് തിരിച്ചുകൊണ്ട് ഒരുക്കുമ്പോൾ ജനത്തെ കർത്താവിനോട് ഒരുക്കാൻ തക്കവണ്ണം ഏലിയാവിൻ്റെ ആത്മാവോട് ശക്തിയോടും കൂടി നടക്കും. ഈ വചനങ്ങളൊക്കെയും പറയുമ്പോൾ സക്കറിയ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നുള്ളല്ലയോ, ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ദൂതൻ പറയുന്നൊരു വാക്ക്, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ളതായിരിക്കുന്നതായ ദൈവത്തിൻ്റെ ഈ ദൂത് നീ അവിശ്വസിക്കുകയാൽ അത് സംഭവിക്കുവോളം നീ സംസാരിക്കാൻ സാധിക്കാതെ ഊമനായിരിക്കും. ഈ വാക്കുകളുടെ മുമ്പിൽ ദൂതനോട് ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടിയായിട്ട് നാവ് തുറക്കുമ്പോൾ ശബ്ദം ഇല്ലാതെ അതാ വേദനിക്കുന്ന സക്കറിയ ഒരു സത്യം തിരിച്ചറിയുന്നു, തൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുവരെയുള്ള 10-15 വർഷങ്ങളിൽ ഈ വേദഭാഗം ഞാൻ വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചിട്ടുള്ളപ്പോഴൊക്കെയും സക്കറിയയുടെ അവിശ്വാസത്തിനുള്ള ശിക്ഷയായിട്ട് ആണ് സംസാരശേഷി നഷ്ടപ്പെട്ടത് എന്നാണ് പല വേദികളിലും പ്രസംഗിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെ തന്നെ പ്രസംഗിക്കാൻ തക്കവണ്ണമായിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബോധ്യം എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചിറക്കുന്നത് ഞാൻ അനുഭവിക്കുകയായിരുന്നു. അത് ശിക്ഷയല്ല, ഒരടയാളമാകുന്നു. സക്കറിയയുടെ ഹൃദയത്തിലുള്ള അവിശ്വാസത്തിൻ്റെതായിരിക്കുന്ന കൽമതിൽ ഇടിച്ചു കളയാനുള്ള ദൈവത്തിൻ്റെ ഒരടയാളം. അവിശ്വാസിയുടെ മധ്യത്തിൽ കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ മത്തായി 13-ാം അധ്യായം 58 നമ്മൾ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സക്കറിയയുടെ ഹൃദയത്തിൽ
അവിശ്വാസത്തിൻ്റെ ഒരു കൽമതിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, വൃദ്ധനായിരിക്കുന്ന സക്കറിയ തനി കൂഴമനുസരിച്ച് വീണതനുസരിച്ച് ധുവൻ കാട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ദൈവദൂതൻ കടന്നു വന്നുകൊണ്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: സക്കറിയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ഈ വാക്കുകൾ പറയുമ്പോൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ നാൾ മുതൽ എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന സക്കറിയ എന്നേക്കുമായി മറന്നുപോയിരുന്നു എന്നല്ലേ സക്കറിയയുടെ മറുപടി വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്? ശരിയാണ്, ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി കിട്ടാൻ വന്നപ്പോൾ ഇനിയും ദൈവം ആഗ്രഹിച്ച പോലും തങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരവിശ്വാസ ഹൃദയത്തിലേക്ക് സക്കറിയയുടെ ഹൃദയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഒരുപക്ഷെ സക്കറിയായും ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളത് വേറൊരു വിഷയമാകും. ഏതെന്ന് ചോദിച്ചാൽ, ഊഴം കിട്ടി ധൂം കാട്ടാൻ വേണ്ടി ചെല്ലുമ്പോൾ എത്രയോ പേര് പറയും, അച്ചോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അനേകർ ആവശ്യപ്പെടുമ്പോൾ ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ കുറിപ്പുമായിട്ട് വെളിപ്പെടുത്തെങ്കിലേക്ക് ചെല്ലുമ്പോൾ അതിനേക്കാൾ ഉപരിയായി മുന്നേ പ്രാർത്ഥിക്കേണ്ട വിഷയം സക്കറിയയ്ക്ക് ഉണ്ടാകും. എന്താകും? അതെന്താകും ആ വിഷയം? ഒരു പക്ഷേ അച്ഛൻ ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവമേ, ഞാൻ വൃദ്ധനായി, അവളും വൃദ്ധയായി, ഞാനാണോ മുമ്പിൽ, ഇനി ഒരു അവളാണോ? ഞാൻ പോയാൽ അവക്കാരുണ്ട്, അവൾ പോയാൽ എനിക്കാരുണ്ട്? ദൈവമേ, വിളിക്കുമ്പോൾ ഞങ്ങളെ ഒന്നിച്ച് എടുക്കാവേ, ഈ പ്രാർത്ഥനയെങ്കിലും കേൾക്കണേ. ഇതായിരിക്കും ഒരു പക്ഷേ സക്കറിയയുടെ പ്രാർത്ഥന ഞാൻ ചിന്തിക്കുകയാണ്. ആദ്യത്തെ പ്രാർത്ഥന മറന്നുപോയ സക്കറിയയോട് ദൂതൻ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നമുക്കറിയാം, ദമ്പതികളുടെ പ്രാർത്ഥനയിൽ അവർ മിക്കവാറും പ്രാർത്ഥിക്കുക ഇങ്ങനെയാകും. ചലച്ചിത്രകാരൻ, സിനിമാക്കാരൻ അവിടെ പാടി പഠിപ്പിച്ചിട്ടുണ്ട്, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ എന്ന് പാട്ടുകൾ ഓർമ്മയുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഈ ദമ്പതികളും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന മറുപടി പറയുന്നത്, നിന്റെ ഭാര്യ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു മകനെ എന്ന്. ആ വാക്കിൻ്റെ മറുപടി കൊടുക്കാൻ തക്കവണ്ണമായിട്ട് ഇന്ന് തമ്പുരാന് സാധിക്കുന്നില്ല. ആ അവിശ്വാസ ഹൃദയത്തിൽ വീണതായ അവിശ്വാസ കൽമതിൽ ഇടിച്ചു കളയാനുള്ള ഒരടയാളമാണ് ദൈവം ചെയ്തതെന്നാണ് എൻ്റെ ഉള്ളിലേക്ക് തമ്പുരാൻ്റെ ആത്മാവ് ശക്തമായ ബോധ്യം തന്നത്. തീർച്ചയായിട്ടും ഒരടയാളമായിരുന്നു അത്. സക്കറിയ തിരിച്ചറിയുന്നു, അടുത്ത വാക്കിൽ നാവ് തുറന്ന് ഒന്ന് മാപ്പോല് ചോദിക്കാൻ സാധിക്കാതെ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ ഉടനെ തന്നെ സക്കറിയയുടെ ഹൃദയത്തിലേക്ക് ദൂതൻ പറഞ്ഞ വാക്കുകൾ മുഴങ്ങുകയായി. ആ വാക്കുകൾ ഒരു വീഡിയോ ചിത്രം പോലെ മനസ്സിൽ പതിയുകയായി. എൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിക്കാൻ വേണ്ടി പോകുന്നു, അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുന്നു, ഞാൻ യോഹന്നാനെന്ന് പേരിടുന്നു, അവൻ വീഞ്ഞും മദ്യം കുടിക്കുകയില്ല, അവൻ അപ്പന്മാരുടെ ഹൃദയ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ഹൃദയത്തിന് തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ജനത്തെ കർത്താവിൻ്റെ ഒരുക്കാൻ തക്കവണ്ണം ഏലിയാവിൻ്റെ ആത്മാവോട് ശക്തിയോട് കൂടി മുമ്പായി നടക്കും. ഇതിങ്ങനെ ഹൃദയത്തിൽ ഒരു വീഡിയോ ചിത്രം പോലെ ആയ ഒരു അവസ്ഥയിലാണ് സക്കറിയ ധൂപം കാട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവന് ഒന്നും സംസാരിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ പുറമെ നിന്നവർ മനസ്സിലായി അവൻ്റെ ദർശനം കണ്ടു എന്ന്. ഈ സക്കറിയ തിരിച്ച് ഭവനത്തിലേക്ക് വരിക. സക്കറിയയിൽ മാത്രം മാറ്റമുണ്ടായാൽ ആ വാക്കുകൾ, ആ ദൂതം പറഞ്ഞ വാക്കുകൾ മാസം ധരിക്കുമോ? എലിസബത്ത് കൂടെ സംഭവിക്കണം. അതാ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ എലിസബത്ത് ദൂരെ നോക്കി നിൽക്കുക. തൻ്റെ ഭർത്താവ് തിരിച്ചു വരുന്നതായ ആ രംഗത്തിൽ മുമ്പ് കാണുന്നിടത്ത് സന്തോഷം മുഖത്ത് കാണുകയാണ്. ഇത് ഞാൻ എന്തു പറ്റി? ആ ഭാവത്തോടുകൂടി അടുത്തോട്ട് ചെല്ലുമ്പോൾ ഒന്നും മിണ്ടാൻ സാധിക്കാതെ സക്കറിയ അകത്ത് കയറിയിട്ട് അതേ ഒരു എഴുത്തുപലക എടുത്തിട്ട് നടന്ന കാര്യങ്ങൾ അതുപോലെ കുറിക്കുക. അത് എലിസബത്ത് വായിക്കുമ്പോൾ എലിസബത്തിൻ്റെ ഹൃദയത്തിലും അതേ ദൂതം പറഞ്ഞ വാക്കുകളിലൂടെ കെട്ടിയ ആശയം ഒരു വീഡിയോ ചിത്രമായിട്ട് മാറുകയാണ്. രണ്ടുപേരുടെ ഹൃദയത്തിൽ ആ വീഡിയോ ഓടാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചത് അതാ യോഹന്നാൻ അവരുടെ ഉദരത്തിൽ രൂപം കൊള്ളുകയായി. തീർച്ചയായിട്ടും കർത്താവിൻ്റെ മുന്നോടിയായി ഈ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന യോഹന്നാനിൽ എന്ത് ക്വാളിറ്റീസാണോ, എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് അത് ആ യോഹന്നാനിൽ നിറയ്ക്കുവാൻ വേണ്ടി ആ തലങ്ങളെ, ആ കാഴ്ചയെ
മുൻകൂട്ടി കാണാൻ തക്കവണ്ണമായിട്ട് സക്കറിയായെയും എലിസബത്തിനെയും ദൈവം ഒരുക്കിയായിരുന്നു, ഒരു സംശയമില്ല. തീർച്ചയായും അവരുടെ ഹൃദയത്തിലൂടെ ഓടിയതായ ആ വീഡിയോ ചിത്രം മാംസം ധരിച്ചതാണ് കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാനെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തക്കവണ്ണമായി ദൈവസന്നിധിയിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥിച്ച് മറക്കുകയല്ല, പിന്നെയോ പ്രാർത്ഥിച്ച കാര്യം എൻ്റെ ദൈവം കേട്ടു എന്നുള്ള ഉറപ്പോടുകൂടി അത് വിശ്വാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് അത് സംഭവിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി നമ്മുടെ കണ്ണുകൾ തന്നെ കാണുവാൻ ദൈവം ഇടയാക്കും, യാതൊരു സംശയമില്ല. എത്രയോ സംഭവങ്ങൾ അച്ഛന് എൻ്റെ മനസ്സിലേക്ക് ഈ തലത്തിൽ ഓടി വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഇനിയൊരു വേഗഭാഗത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ ശൗലിൻ്റെ മാനസാന്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കർത്താവ് അനന്യാസിനെ വിളിക്കുകയാണ്. അനന്യാസ്, അനന്യാസ്. ആ വിളി കേട്ടുകൊണ്ട് അനന്യാസ് ഉണരുകയാണ്. അതേ ശൗമേൽ ബാലിനെ വിളിച്ചതുപോലുള്ള വിളി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നു. നീ എഴുന്നേറ്റ് നേർവീതി തെരുവിൽ യൂദായുടെ വീട്ടിൽ തർസൂർസുകാരനായ ശൗൽ എന്നു പേരിൽ ഒരുവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പേരുള്ള പുരുഷൻ അകത്ത് വന്ന് അവൻ തലയിൽ കൈവച്ച് അവൻ കാഴ്ച പ്രാപിച്ചതായിട്ട് അവൻ കണ്ടിരിക്കുന്നു. അനന്യാസ് പറയാണ്, കർത്താവേ, അവൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്രയോ ദോഷം ചെയ്തു. ഇവിടെയുള്ളവരെയും പിടിച്ചു കെട്ടുവാൻ അവൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. ഈ വാക്ക് പറയുമ്പോൾ കർത്താവ് പറയാണ്, നീ പോക, അവൻ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ജാതികൾക്ക് മുൻപാകെ എൻ്റെ നാമം വഹിക്കാൻ വേണ്ടിയായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കാതിരിക്കുന്നുവെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നോക്കുക, അനന്യാസ് പോകുന്നു ഇവിടേക്ക്, ശൗലിൻ്റെ അടുത്തേക്ക്. പറയുന്നു, ശൗലേ സഹോദര, വഴിവെച്ച് പ്രത്യക്ഷപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ കണ്ണിൽ ചെതുമ്പൽ പോലെ വീഴുന്നു, അവൻ കാഴ്ച പ്രാപിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, അനന്യാസ് ആ ശിരസിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ അനന്യാസിൻ്റെ ഹൃദയത്തിൽ ശൗലിനെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്നതായ മുഴുവൻ ചിത്രവും കർത്താവ് മാറ്റിയിട്ട് ഒരു പുതിയ ചിത്രം, ഒരു പുതിയ വീഡിയോ ഉള്ളിട്ട് കൊടുക്കുകയാണ്. അതെ, എൻ്റെ നാമം വഹിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം അവൻ എന്തുമാത്രം എനിക്ക് വേണ്ടി സഹിക്കാനിരിക്കുന്നുവെന്ന് ഞാൻ വേണ്ടി കാണിച്ചു കൊടുക്കും. യെരൂശലേമിലും യഹൂദയിലും ലോകത്തെറ്റുകളോളം എൻ്റെ സാക്ഷിയാകാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നവൻ. ഈ ഒരു പുതിയ ചിത്രവുമായിട്ടാണ് അതേ ഈ അനന്യാസ് ശൗലിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ചെന്ന് ശൗൽ ശിരസിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ സൗഖ്യം പ്രാപിക്കുന്നു, അവൻ ജീവൻ പ്രാപിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് അനന്യാസുമാരുടെ കുറവാണ് ഇന്നുള്ള എല്ലാ പ്രതിസന്ധികളുടെയും കാരണം. തീർച്ചയായിട്ടും അനന്യാസിനെ പോലെയുള്ളവരെ തമ്പുരാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്, വിളിക്കുകയാണ്. തൻ്റെ മുമ്പിലേക്ക് വരുന്ന മക്കളിൽ, അതേ തൻ്റെ മക്കളിൽ, തൻ്റെ കൊച്ചുമക്കളിൽ, തൻ്റെ പങ്കാളിയിൽ അതേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തക്കവണ്ണമായി അനന്യാസുമാരായി നമ്മളെ ഓരോരുത്തരെയും മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദുഷിച്ച ജീവിത വഴിയുമായിട്ട് ആയിരിക്കുന്നതായ പങ്കാളി, തെറ്റായ പാതയിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, അവരെ പ്രാഗിയും ശപിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നിൻ്റെ ഉള്ളിൽ അവരുടെ നാശവഴിയെക്കുറിച്ചുള്ള ചിത്രം പൂർണ്ണമായിട്ട് മാറ്റുക. എൻ്റെ കർത്താവ് നിന്നിലൂടെ അവരെ ഇടപെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവരെക്കുറിച്ച് ഒരു പുതിയ സ്വപ്നം കാണാൻ നിനക്ക് കഴിയുമോ? അവരെ തമ്പുരാൻ്റെ മക്കളാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അതാ ക്രൈസ്തവ ഗോളത്തെ മുടിച്ചു നീക്കാൻ തക്കവണ്ണമുള്ള ഒരന്തകനായിട്ടാണ് തൻ്റെ ജീവിതമെന്ന് നിയോഗം ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടവനെ തമ്പുരാൻ അതാ കർത്താവിന് വേണ്ടി നേടാൻ, അവരോട് മരിക്കാൻ വരെ തീഷ്ണുള്ളവനായിരിക്കുന്ന മാറ്റിയെന്നുണ്ടെങ്കിൽ അതെ, ഇന്ന് നീ ആരെ ഓർത്ത് വേദനിക്കുന്നുവോ ആ വ്യക്തികളെ തമ്പുരാൻ ആഗ്രഹിക്കുന്ന പോലെ രൂപാന്തരപ്പെടുത്താൻ അവന് കഴിയും. അതിന് ദൈവകരങ്ങളിൽ നീ ഒരു ഉപകരണമായിട്ട് തീരണം. അതുകൊണ്ട് അവരെക്കുറിച്ച് എന്താണോ, നിൻ്റെ പങ്കാളിയെക്കുറിച്ച്, നിൻ്റെ മക്കളെക്കുറിച്ച്, കൊച്ചുമക്കളെക്കുറിച്ച്, അതേ നിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച്, ഒരുപക്ഷെ അവർ ഏത് ദുഷിച്ച വഴിയിലാണെങ്കിൽ പോലും അവരെക്കുറിച്ച് തമ്പുരാൻ എന്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുവോ ആ സ്വപ്നം കാണാൻ നിനക്കും കഴിയണം. ഒരുപക്ഷെ സുവിശേഷ മണ്ഡലങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ, അതേ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയും നിരാശയോടെ ചിന്തിക്കുമ്പോൾ ആ ചിത്രം മാറ്റിയിട്ട് തമ്പുരാൻ്റെ ആത്മാവ് ഇടപെടുന്നു.
അതേ തമ്പുരാൻ്റെ വചനത്തിലൂടെ അനേകം മക്കളെ കർത്താവിന് വേണ്ടി അവൻ രൂപാന്തരപ്പെടുത്തുന്നു. അതിന് നിന്നെയോ നിന്റെ തലമുറയെയോ അതെ നിന്റെ സഹോദരങ്ങളെയോ നിന്റെ അഭിഷിക്തന്മാരെയോ നിന്റെ സഭയിലെ ശുശ്രൂഷകരെയോ ഒക്കെ കർത്താവ് ഉപകരണമാക്കിക്കൊണ്ട് വലിയ അത്ഭുതങ്ങൾ അടയാളം ചെയ്തുകൊണ്ട് ദൈവരാജ്യം വളരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിന്നോട് ആഹ്വാനം ചെയ്യുക. അതെ, ഞാൻ ഓർക്കുകയാണ്, ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഭവനത്തിലെ സെർവൻ്റാണ് എനിക്ക് കപ്പൻ ചായയുമായിട്ട് കടന്നു വരുന്നത്. ആ വീട്ടിലുള്ള ആവശ്യപ്പെട്ടു, അച്ഛൻ വരുമ്പോൾ അച്ഛന് ഉള്ള ചായ കൊടുക്കാണ്ടൊക്കെ എൻ്റെ തന്നുവിടണം. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അച്ഛോ, എൻ്റെ പേര് മേരിക്കുട്ടി, ഞാൻ റാവോല കൂനിപ്പൊരു സ്ത്രീയായിരുന്നു. എന്നാൽ ഈ തൊട്ടടുത്ത് കാണുന്ന ദൈവാലയം നടന്നതായ ആ ധ്യാനയോഗത്തിൽ ഞാനും പോയി പങ്കെടുത്തു. അവിടെ ധ്യാനഗുരു വിളിച്ചു പറഞ്ഞു, കൂനിയായിരിക്കുന്ന മേരിക്കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന്. അച്ഛോ, എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ വിശ്വാസം വർദ്ധിക്കും തോറും എൻ്റെ കൂന് നിവർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ കൂന് നിവരും തോറും എൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുക. വിശ്വാസം വർദ്ധിക്കും തോറും കൂന് നിവർന്നുകൊണ്ടിരിക്കുന്നു. അത് ആ കൂന് നിവരും തോറും എൻ്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്ന്. ഇന്നും അതേ വിശ്വാസം വർദ്ധിപ്പിക്കാൻ തക്കവണ്ണമായിട്ട് അടയാളങ്ങളോട് കൂടി ഇടപെടുന്നവനെ തമ്പുരാൻ നീ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. രോഗപീഠയിൽ നിന്റെ മക്കളെ, നിന്റെ പങ്കാളിയെ, നിന്റെ കൊച്ചുമക്കളെ ഒക്കെ സൗഖ്യമാക്കി. നിന്റെ ഇടയപ്പെട്ടവരെ, നിന്റെ നാട്ടിൽപ്പെട്ടവരെ വളരെ അത്ഭുത രോഗസൗഖ്യത്തോടെ കർത്താവ് ഇടപെട്ടത് നീ കാണുകയും കേൾക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതിലൂടെ നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടപെട്ടവനായ ദൈവം അവിടെ കുടുങ്ങിക്കിടക്കാതെ കർത്താവിൻ്റെ കരങ്ങളുടെ അത്ഭുത ശക്തിയെക്കുറിച്ച് നീ വിശ്വാസത്തിൽ തുറവിയുള്ളവനായിട്ട് മാറുക. നിന്റെ കർത്താവിന് നിന്നെ ഉപകരണമാക്കി വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടാതെ, ആരെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നുവോ അവരെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ കാണാൻ ദൈവാത്മാവ് നിന്നെ വിളിക്കുകയാണ്. ഇന്ന് തൊട്ട് അവരെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ നിന്റെ ഉള്ളിൽ വിരിയട്ടെ. അവർ എല്ലാ ദുശ്ശീലങ്ങളുടെയും മണ്ഡലങ്ങളിൽ നിന്ന് അതാ തിരികെ വന്നുകൊണ്ട് എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നവർ, കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവർ, വചനം കേൾക്കാൻ ഉത്സാഹമുള്ളവർ, തിന്മയിൽ പോയവരെ തിരിച്ചുകൊണ്ട് വരുന്നവർ, തമ്പുരാൻ രാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ദൈവരാജ്യം വളർത്താൻ തക്കവണ്ണം അതാ ഏറെ ത്യാഗപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയൊക്കെയായിട്ട് അവർ തലമുറകളുടെ അനുഗ്രഹങ്ങളായിട്ട് മാറുന്നതായിട്ട് നിനക്ക് നിന്റെ വിശ്വാസക്കണ്ണിൽ കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് അത് പറയും, മോനെ മോളെ നിന്റെ വിശ്വാസം പോലെ അങ്ങനെ 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 ഭവിക്കട്ടെ എന്ന് കർത്താവ് ആസ്വദിക്കും. എപ്പോഴും നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്നാണല്ലോ കർത്താവ് സംസാരിക്കുക. അങ്ങനെയെങ്കിൽ എന്നെയും നിന്നെയും നോക്കിക്കൊണ്ട് ആ വാക്കുകളിൽ ആസ്വദിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച വിഷയം നമ്മുടെ മുമ്പിൽ മാംസം ധരിപ്പിക്കുന്നവനായ തമ്പുരാനെ എന്നെന്നും മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളിലൂടെ ഇടയാക്കട്ടെ. അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവകരങ്ങളിൽ ഞാനും നീയും ഒരു ഉപകരണമായി മാറട്ടെ. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണയിൽ ഈ അടിയങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. പ്രേക്ഷകരായിട്ട് ദൂരങ്ങളിൽ ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നതായിരിക്കുന്ന സകല മക്കളെയും അവരുടെ കുടുംബങ്ങളെ സഹിതം തൻ്റെ പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും കൊച്ചുമകളെക്കുറിച്ചും മാധവനെക്കുറിച്ചും സഹോദരനെക്കുറിച്ചുമൊക്കെ ഏറെ വേദനയോടെ കണ്ണീരൊഴുക്കുന്നതായ ഓരോ ജീവിതങ്ങളെയും നീ തൊട്ട കൃപയ്ക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് നീ എന്താണോ സ്വപ്നം കണ്ടിരിക്കുന്നത് ആ സ്വപ്നം ഇന്നോട്ട് കാണാനും അതിനെ മാംസം ധരിപ്പിക്കുവാനും അങ്ങനെ അവരൊക്കെ തലമുറകളുടെ അനുഗ്രഹങ്ങളും നിന്റെ കരങ്ങളിൽ ഉപകരണമായി മാറുന്നതും കണ്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ രാജ്യം വിസ്തൃതമാക്കുവാൻ അവരും ഞങ്ങളും ഉപകരണമായി മാറുന്നത് കണ്ട് സ്വർഗ്ഗം സന്തോഷിക്കുവാൻ ഇടയാക്കണമേ. അയത് ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും എന്നാൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ.